ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു സെൽമൂസ് എഞ്ചിനീയറിംഗ് വേൾഡ്. സ്ക്വയർ ഫീറ്റ് നേരിട്ടുണ്ടോ? നമുക്ക് തന്നെ സ്ക്വയർ ഫീറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. നമുക്കറിയാം, നമുക്ക് ഒരു നീളവും വീതിയും കിട്ടിയാൽ നമുക്ക് എങ്ങനെ അതിൻ്റെ ഏരിയ കാണാം. അതിൻ്റെ യൂണിറ്റ് എന്താ? മീറ്റർ സ്ക്വയറാണ്. നമ്മൾ മീറ്റർ സ്ക്വയർ ഉപയോഗിച്ചു ചെയ്യുന്ന എല്ലാ അധികവും നമ്മൾ മീറ്റർ സ്ക്വയർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. എന്നാൽ ആ മീറ്റർ സ്ക്വയറിനെ 1 മീറ്റർ സ്ക്വയർ അറിയണതിനെ 10.76 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് അതിനെ സ്ക്വയർ ഫീറ്റായിട്ട് കൺവേർട്ട് ചെയ്യാം. ഇങ്ങനെയാണ് ഒരു പ്ലാനിൽ ഡ്രോയിങ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ സ്ക്വയർ ഫീറ്റ് ഇസ് ഈക്വൽ ടു സ്ക്വയർ മീറ്റർ ഇൻറ്റു 10.764. അത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. ഇനി സ്ക്വയർ മീറ്റർ ആണെങ്കിലോ ഈക്വൽ ടു സ്ക്വയർ ഫീറ്റ് ഡിവൈഡഡ് ബൈ എന്താണ് 10.764. ഇനി നമുക്ക് 2 എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഈ എക്സാമ്പിൾ പറയുന്നത് ഒരു റൂം 20 സ്ക്വയർ മീറ്ററാണ്. അതിനെ സ്ക്വയർ ഫീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്. അപ്പോൾ 20 × 10.764 ഇസ് ഈക്വൽ ടു അങ്ങോട്ട് സ്ക്വയർ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. അത് നമുക്ക് വേഗം ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ ക്വസ്റ്റ്യൻസ്. സോ നമുക്കറിയാം നീളവും വീതിയും നമുക്കറിയാം. ഒരു റൂം ഇപ്പോൾ ഒരു 10 × 10 അല്ലെങ്കിൽ 12 × 10 റൂമാണെങ്കിൽ നമുക്ക് അതിൻ്റെ മീറ്റർ സ്ക്വയറിലേക്കാണെങ്കിൽ ആ ഒരു നീളം ഇൻറ്റു ഇത് ചെയ്യാം. അപ്പോൾ ഇവിടെ 1 × 1 ആണ് എന്ത് മീറ്റർ സ്ക്വയറിലേക്ക് ആക്കി. ആ മീറ്റർ സ്ക്വയർ മീറ്റർ എന്നിട്ട് അപ്പോൾ ഒരു മീറ്റർ സ്ക്വയറാണ് അറിയുന്നത് 3.28 ഫീറ്റാണ്. അപ്പോൾ 3.28 × 3.28 ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ എന്താ വരുന്നത്? 10.76. ഇത് തന്നെയല്ലേ നമ്മൾ സ്ക്വയർ ഫീറ്റ് കൺവെൻഷൻ ഉപയോഗിക്കുന്നത്. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു റെക്റ്റാങ്കിൾ തന്നെ ആവണമെന്നില്ല. റെഗുലർ ആയിട്ടുള്ള ഏരിയാസൊക്കെ നമുക്ക് ഒരു വീടിൻ്റെ പ്ലാന് വരയ്ക്കുമ്പോൾ കിട്ടും. അപ്പോൾ അതും ഇതേപോലെ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് 2 or 3 റെക്റ്റാങ്കിളാക്കി ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്വയർ മീറ്റർ കാണാം. സ്ക്വയർ മീറ്ററിൽ നിന്ന് നമുക്ക് സ്ക്വയർ ഫീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. താങ്ക് യു.